യാഥാർത്ഥ്യത്തിൽ FCRA ബില്ല് ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന ഒന്നാണോ? അല്ല എന്നതാണ് ഉത്തരം. ഇപ്പൊ വന്നിരിക്കുന്ന ഭേദഗതി ഇത് കുറച്ചും കൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന് സുതാര്യത ഉറപ്പാക്കുക, അത് രാജ്യത്തിന് എതിരെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഇനി എന്തിനു വേണ്ടിയാണോ പണം വാങ്ങുന്നത് ആ കാര്യം അവിടെ ചെയ്തു കാണിക്കണം. ചെയ്ത് കാണിച്ചില്ല എങ്കിൽ അതിന്മേൽ നടപടി ഉണ്ടാകും. ഈ ഒരു നിയമം ഇങ്ങനെ കൊണ്ടുവരുന്നത് മത സംഘടനകളുടെ ഒക്കെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒക്കെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കാനാണ് എന്നാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത്. എന്നാൽ അത് വാസ്തവമല്ല. ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് ഹൈക്കോടതിനെ സമീപിക്കാം. ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ തൊഴിലില്ലാത്ത പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് കുറച്ചധികം പൈസ കൊടുത്ത് സർക്കാരിനെതിരെ കലാപത്തിന് ഇറക്കി വിട്ടാൽ പോലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പൈസ എത്താതിരിക്കുക എന്നൊരു നടപടിക്ക് വേണ്ടിയിട്ടാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. അതൊരിക്കലും ഒരാൾക്കും ബാധ്യതയല്ല. അത് ക്രിസ്ത്യാനികൾക്കും പ്രശ്നമല്ല, വേറെ ആർക്കും പ്രശ്നമല്ല. ഇപ്പൊ അമൃതാനന്ദമയി ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ സായിബാബയുടെ ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ വിദേശത്ത് നിന്ന് ഫണ്ട് ലീഗലായിട്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇലക്ഷൻ ചർച്ചകൾക്കിടയിൽ ചൂടുപിടിച്ച മറ്റൊരു ചർച്ചയാണ് FCRA ഭേദഗതി ബിൽ. FCRA ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും ചില മതസംഘടനകളും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പൊതുവെ ഈ ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെ എന്തോ ഒരു സംഗതി കേന്ദ്രതലത്തിൽ കൊണ്ടുവരികയാണ്, ഒരു നിയമം കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ FCRA ബില്ല് ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന ഒന്നാണോ? അല്ല എന്നതാണ് ഉത്തരം. ഒന്നാമത് ക്രിസ്ത്യാനികൾ മാത്രമല്ല സഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള സംഘടനകൾ നടത്തുന്നത്. മറ്റ് എല്ലാ മതത്തിലും ഈ ചാരിറ്റി എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ, ആശുപത്രികളൊക്കെ എല്ലാവരും തന്നെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ FCRAയിൽ വരുന്ന ഭേദഗതി എല്ലാവർക്കും ബാധകമാണ്. എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതി? ഇപ്പൊ വന്നിരിക്കുന്ന ഭേദഗതി ഇത് കുറച്ചും കൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന് സുതാര്യത ഉറപ്പാക്കുക, അത് രാജ്യത്തിന് എതിരെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് വിദേശത്ത് നിന്ന് ഒരു സംഘടന ഫണ്ട് സ്വീകരിക്കുന്നത് ആ കാര്യം അവിടെ നടന്നു എന്ന് ഉറപ്പാക്കുക. അതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഇനി നിലവിൽ വരാൻ പോവുകയാണ്. അവര് ഈ FCRA നിയമത്തിന്റെ കീഴിൽ ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് സ്വീകരിക്കുന്നത്, ആ കാര്യം അവർ ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് യഥാർത്ഥത്തിൽ ഇൻസ്പെക്ഷൻ അടക്കം നടത്തി ഒരു സ്കൂൾ പണിയാനാണ് ഫണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ സ്കൂൾ പണിതോ അത് പ്രവർത്തനം ആരംഭിച്ചോ എന്നതെല്ലാം കൃത്യമായി അവർ നോക്കും. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നതെല്ലാം നോക്കും. പണ്ടൊക്കെ ഈ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് അത് കുറച്ചിങ്ങനെ കൂട്ടിവെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടിവെച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ട് ഇവിടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിലവിലിരിക്കെ അങ്ങനെ കൂട്ടിവെക്കാൻ ഇനി സാധിക്കില്ല. ഇനി എന്തിനു വേണ്ടിയാണോ പണം വാങ്ങുന്നത് ആ കാര്യം അവിടെ ചെയ്തു കാണിക്കണം. ചെയ്ത് കാണിച്ചില്ല എങ്കിൽ അതിന്മേൽ നടപടി ഉണ്ടാകും. നേരത്തെ ഇങ്ങനെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അനധികൃതമായിട്ടാണ് പണം വാങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കണമായിരുന്നു. സുപ്രീം കോടതി എന്നിട്ട് ഇത് നിരീക്ഷിച്ചിട്ട് ഈ കേന്ദ്ര ഏജൻസികൾ CBI ആയാലും അല്ലെങ്കിൽ ED ആയാലും അവരെ ആരെങ്കിലും ഇത് ഏൽപ്പിക്കും. എന്നിട്ട് അവര് വന്ന് അന്വേഷിച്ചതിന് ശേഷം ഇവർ അനധികൃതമായിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കുകയും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ ഭേദഗതി പ്രകാരം ഇനി ഇതെല്ലാം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അവര് ഇനി ഇങ്ങനെ ഒരു ലംഘനം ശ്രദ്ധയിൽപ്പെട്ട അതുപോലെ സിവിൽ കോർട്ട് എന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ അതോറിറ്റികൾ ആരാണോ, ട്രസ്റ്റി ആരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബോർഡ് മെമ്പർ ആരാണ്, അവരെ കീ ഫംഗ്ഷണറി എന്ന നിലയിൽ ഉൾപ്പെടുത്തി പ്രസ്തുത പിഴവിന് അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയോ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുകയോ ചെയ്യാനായിട്ട് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതിന് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവർ തന്നെ ഒരു സിവിൽ കോർട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു നിയമം ഇങ്ങനെ കൊണ്ടുവരുന്നത് മത സംഘടനകളുടെ ഒക്കെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒക്കെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കാനാണ് എന്നാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത്. എന്നാൽ അത് വാസ്തവമല്ല. ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് ഹൈക്കോടതിനെ സമീപിക്കാം. ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇങ്ങനെ ഒരു റെയ്ഡ് കാര്യങ്ങൾ വന്ന് പരിശോധന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിന് 80 ദിവസം മുൻപ് വരെ ആ പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുത്തിട്ട് ഇത് സ്റ്റേ ചെയ്യാം. അപ്പൊ നിയമപരമായിട്ട് നമുക്കും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇതിങ്ങനെ മനഃപൂർവ്വം ക്രിസ്തീയ സംഘടനകളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുത്താൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും FCRA നിയമം പ്രാബല്യത്തിൽ വരേണ്ടത് നമ്മുടെയൊക്കെ സുരക്ഷയുടെ ഒരു കാര്യമാണ്. അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എല്ലാ വ്യക്തികളുടെയും സുരക്ഷയുടെ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ലംഘനങ്ങളുടെ പേരിൽ FCRA നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഇതിനോടകം 19,000 സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരുപാട് പേര് വിചാരണകൾ നേരിടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ചെറിയൊരു വിവരണം ഞാൻ എന്ന് വായിക്കാം. സോനം വാങ്ചുക് അദ്ദേഹം സ്ഥാപിച്ച ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക് എന്ന സംഘടനയുടെ FCRA ലൈസൻസ് സർക്കാർ റദ്ദാക്കി.
ദേശീയ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന രീതിയിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്താൻ വിദേശ ഫണ്ട് ഉപയോഗിച്ചു എന്നതാണ് ഇദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. ഹർഷ് മന്ദർ, മുൻ IAS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന്റെ അമൻ ബിരാദരി, സെന്റർ ഫോർ ഇക്വിറ്റി സ്റ്റഡീസ് എന്നീ സംഘടനകൾക്കെതിരെ CBI കേസെടുത്തു. വിദേശ ഫണ്ട് നിയമങ്ങൾ ലംഘിച്ചതിനും കള്ളപ്പണം വെളുപ്പിച്ചതിനും ED അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി. ആംനസ്റ്റി ഇന്ത്യ, വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ നിയമലംഘനം നടത്തിയെന്ന് ആരോപിച്ച് ഇവർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചു. ജോർജ് സോറോസ്, ഇദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഓഫീസുകളിൽ ഫെമ നിയമലംഘനത്തിന്റെ പേരിൽ ED റെയ്ഡ് നടത്തി. ഗൽസ എയ്ഡ്, കർഷക സമരത്തിന് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയും റിപ്പോർട്ടിലുണ്ട്. മതപരമായ സംഘടനകൾ, കരുണ ബാൽ വികാസ് എന്ന സംഘടന വിദേശ ഫണ്ട് മതപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് CBI കേസെടുത്തു. ഇതെല്ലാം ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് മുൻപ് വരെ എടുത്തിട്ടുള്ള നടപടികളാണ്. നമുക്കറിയാം, ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ട് ചാരിറ്റിക്ക് എന്ന പേരിൽ സ്വീകരിച്ചിട്ട് സോനം വാങ്ചുക്കൊക്കെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ പരസ്യമായിട്ട് നടത്തിയിട്ട് രാജ്യത്ത് കലാപം വിളക്കിവിടുകയായിരുന്നു. കലാപത്തിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ നടന്ന പല കർഷക സമരമടക്കം പല സമരങ്ങൾക്കും ഇങ്ങനെ വിദേശത്ത് നിന്നും വന്ന ഫണ്ട് അനധികൃതമായിട്ട് യൂസ് ചെയ്യുന്ന പ്രവണത കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജോർജ് സോറോസ് ഒക്കെ ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ വലിയ കാര്യമായിട്ട് ഇടപെടുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. മതസംഘടനകൾ ഉപയോഗിച്ചും അതുപോലെ കോൺഗ്രസിനെ ഉപയോഗിച്ചും വലിയ രീതിയിൽ ഫണ്ട് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാരിനെതിരെ ഒരു കലാപം ഇളക്കി വിടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് തന്നെ ഇയാളും ഇയാളുടെ സംഘടനകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അന്വേഷിച്ചിട്ട് അതിന് തീർപ്പൊക്കെ കൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇതിങ്ങനെ വളരെ ലാഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് പോകാൻ പാടില്ല. മതസംഘടനകൾ വിദേശ ഫണ്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു തരത്തിലും തന്നെ നമുക്ക് ഭീഷണിയല്ല, മറിച്ച് നാളെ നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫണ്ടിങ് തടയണം. ഭീകരവാദികൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഫണ്ടിംഗ് ആണ് അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇവിടുത്തെ തൊഴിലില്ലാത്ത പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് കുറച്ചധികം പൈസ കൊടുത്ത് സർക്കാരിനെതിരെ കലാപത്തിന് ഇറക്കി വിട്ടാൽ പോലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പൈസ എത്താതിരിക്കുക എന്നൊരു നടപടിക്ക് വേണ്ടിയിട്ടാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. അതൊരിക്കലും ഒരാൾക്കും ബാധ്യതയല്ല. അത് ക്രിസ്ത്യാനികൾക്കും പ്രശ്നമല്ല, വേറെ ആർക്കും പ്രശ്നമല്ല. ഇപ്പൊ അമൃതാനന്ദമയി ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ സായിബാബയുടെ ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ വിദേശത്ത് നിന്ന് ഫണ്ട് ലീഗലായിട്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇനി നിയമപ്രകാരം ലൈസൻസ് ഓരോ 5 വർഷം കൂടുന്തോറും പുതുക്കിക്കൊണ്ടിരിക്കണം. ലൈസൻസ് പുതുക്കിയില്ല എന്നുണ്ടെങ്കിലും ലൈസൻസ് റദ്ദാക്കപ്പെടും. ഒരു മതസ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും നടപടികളൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനം അങ്ങനെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയില്ല, മറിച്ച് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അത് ഏത് മതസ്ഥാപനമാണ്, ഇപ്പോൾ അതൊരു പള്ളിയാണെന്നുണ്ടെങ്കിൽ അതിനെ അമ്പലമാക്കാൻ പാടില്ല, അതിനെ പള്ളിയായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോവുകയും വേണം എന്നുകൂടി നിയമത്തിലുണ്ട്. ആ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം അതിന്റെ നടത്തിപ്പിന് വേണ്ടി സർക്കാരിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. ഇതിനൊക്കെ എതിരെയും കോടതികളിൽ സമീപിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തികൾക്കുണ്ട്. അപ്പൊ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ മാന്യതകളും പാലിക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ എതിർക്കുന്ന ആളുകളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഒന്ന്, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ബേസിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ BJP NDAക്ക് വോട്ട് ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടുണ്ട്. മുനമ്പം വിഷയവും അതുപോലെ സ്കൂളിൽ തട്ടമിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വർഗീയ പരാമർശങ്ങളും ഒക്കെ ഒരുപാട് ക്രിസ്ത്യാനികളെ ഇനി BJP ആണ് നമുക്ക് ആകെയുള്ള ഒരു രക്ഷ, മുന്നോട്ട് നാട് പോകണമെങ്കിൽ BJP NDA വരണം എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തകർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിൽ നിന്നും ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു നിയമം FCRA എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ് എന്ന് വ്യാപകമായി നുണ പ്രചരിപ്പിക്കുകയാണ് ഈ പാർട്ടിക്കാരെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹൈബിയുടെ അടക്കമുള്ള പ്രതിപക്ഷ ആളുകളെല്ലാം തന്നെ വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് സമരവുമായിട്ട് രംഗത്തുണ്ട്. മുനമ്പം വിഷയത്തിലൊക്കെ ഇവർ ഇതുപോലെ രംഗത്ത് വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മുനമ്പത്തെ ജനങ്ങൾക്ക് പരിഹാരമായിട്ടൊരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്ത ആളാണ് ഈ ഹൈബിഡ് എന്ന് ആലോചിക്കണം. അപ്പൊ ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ സമരവുമായിട്ട് മുമ്പിൽ പോയിരിക്കുന്നത്? ഈ വിദേശ ഫണ്ട് വന്ന് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? അത് കേന്ദ്രം നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ സ്റ്റേറ്റ് നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് എത്രത്തോളം നോക്കാൻ കഴിയും? സ്വന്തമായി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി കൈകാര്യം ചെയ്യാനില്ലാത്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് നോക്കുമ്പോഴത്തേക്ക് അതിന് കുറെ പരിമിതികളുണ്ട്. ഒരുപാട് ഫണ്ട് വരുന്നതും പോകുന്നതും ഒന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് ഇതിന് കൃത്യമായിട്ടുള്ള സംവിധാനമുണ്ട്. ഇവിടെ റോ ഉണ്ട്, അതുപോലെ NIA ഉണ്ട്, അതുപോലെ CBI ഉണ്ട്, അതുപോലെ ED ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി നോക്കി കൺട്രോൾ ചെയ്ത് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ഇത് ക്രിസ്ത്യാനികൾക്ക് ഒരു ഭീഷണിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരോട് സംശയങ്ങൾ ചോദിക്കാൻ പറയാം. നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി ചോദിക്കാവുന്നതാണ്. നമുക്ക് അതൊക്കെയും ചർച്ച ചെയ്യാം, സംശയങ്ങൾ ദൂരീകരിച്ചു പോകാം. ജനങ്ങൾക്ക് നല്ലത് ആര് കൊണ്ടുവരുന്നു അവർക്കൊപ്പം നിൽക്കാം, ആവശ്യമില്ലാത്ത പ്രചരണങ്ങളെ തള്ളിക്കളയാം. അതിന് നമ്മൾ ബുദ്ധി ഉണ്ടാക്കുക, ഇതൊക്കെ മനസ്സിലാക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കൂടെ ഹെൽപ്പിന് ഞാനും ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാണുക പോളി ന്യൂസ്.